നമസ്കാരം. ചാപ്റ്ററിന്റെ ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ആനന്ദ്. ഞാൻ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 6ാം ക്ലാസ്സിലെ മാത്സ് ആണ്. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 6ാം ക്ലാസ്സിന്റെ ആദ്യത്തെ ചാപ്റ്ററായ ആംഗിൾസ് എന്ന പാഠഭാഗമാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ആ പാഠത്തിലെ അവസാന ഭാഗമാണ്. അവസാന ഭാഗമായ സർക്കിൾ ഡിവിഷനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സർക്കിൾ ഡിവിഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു സർക്കിളിനെ തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുന്നതിനെയാണ് സർക്കിൾ ഡിവിഷൻ എന്ന് പറയുന്നത്. ആ മുറിക്കുന്ന ഓരോ പാർട്സും ഈക്വൽ ആംഗിൾ ആയിരിക്കും. എല്ലാ പാർട്സും ഒരേ ആംഗിൾ ആയിരിക്കും. അത് എങ്ങനെയാണ് അത് വരയ്ക്കുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. പിന്നെ നമുക്കറിയാം, ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പൊ ആ 360 ഡിഗ്രി ഉള്ള സർക്കിളിനെ എങ്ങനെ വിവിധ ഭാഗങ്ങളായിട്ട് മുറിച്ചു മാറ്റാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആ മുറിച്ചു മാറ്റുന്ന ഭാഗങ്ങൾക്കെല്ലാം ഒരേ ഡിഗ്രിയും ആയിരിക്കണം. അപ്പൊ അതെങ്ങനെയാണെന്ന് ഒരു ക്വസ്റ്റ്യനിലൂടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ടു ഡിവൈഡ് എ സർക്കിൾ ഇൻടു 5 ഈക്വൽ പാർട്സ്, വാട്ട് ഷുഡ് ബി ദ സൈസ് ഓഫ് ഈച്ച് ആംഗിൾ? അതായത് ഒരു സർക്കിളിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കുമ്പോൾ ഒരു ആംഗിളിന്റെ ഡിഗ്രി എത്രയായിരിക്കും? വാട്ട് ഷുഡ് ബി ദ സൈസ് ഓഫ് ഈച്ച് ആംഗിൾ? ഒരു ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഒരു സർക്കിളിനെ 5 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുമ്പോൾ ഒരു ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും എന്ന് നോക്കാം. ഒരു സർക്കിൾ 360 ഡിഗ്രി ആണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ഒരു സർക്കിൾ 360 ഡിഗ്രി. അപ്പൊ 360 ഡിഗ്രി ഉള്ള സർക്കിളിനെ എത്ര പാർട്സ് ആയിട്ടാണ് മുറിക്കാൻ പോകുന്നത്? 5 ഭാഗങ്ങളായിട്ട്, 5 പാർട്സ് ആയിട്ടാണ്, 5 തുല്യ ഭാഗങ്ങളായിട്ടാണ് മുറിക്കാൻ പോകുന്നത്. 360 ഡിവൈഡഡ് ബൈ 5. മനസ്സിലായോ? 5 ക്വസ്റ്റ്യനകത്ത് നോക്കണം എത്ര ഭാഗങ്ങളായിട്ട് മുറിക്കേണ്ടതെന്ന് ക്വസ്റ്റ്യനകത്ത് നോക്കണം. ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എത്ര ഡിഗ്രി എന്നാണ്? 5. എത്ര പാർട്സ് എന്നാണ്? 5 പാർട്സ് ആയിട്ട്. അതുകൊണ്ട് 360 ഭാഗം 5 ഡിവൈഡഡ് ബൈ 5. 360 എടുത്ത് എന്തുകൊണ്ടാ? ഒരു സർക്കിൾ എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് 360 എടുത്തു. 360 ഡിവൈഡഡ് ബൈ 5. 5 തുല്യ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. 5 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. 360 ഡിവൈഡഡ് ബൈ 5. അപ്പൊ 360നെ 5 കൊണ്ട് ഭാഗിക്കണം. 360നെ നിങ്ങൾ 5 കൊണ്ട് ഭാഗിച്ചു നോക്കണം. 360നെ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നത് 72 ആണ്. 72 ഡിഗ്രി. 360നെ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നത് 72 ഡിഗ്രിയാണ്. 72 ആണ്. അപ്പോ ഒരാംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 72 ഡിഗ്രി ആയിരിക്കും. ഒരാംഗിൾ അപ്പോൾ 72 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മളത് വരയ്ക്കണം. സർക്കിളിനകത്ത് ആ 5 ഭാഗങ്ങളും വരച്ച് കാണിക്കണം. വരയ്ക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിനൊരു റേഡിയസ് വരയ്ക്കുക. സർക്കിൾ വരയ്ക്കുക. സർക്കിളിനൊരു റേഡിയസ് വരയ്ക്കുക. ഈ റേഡിയസ് ഇതാണല്ലോ സർക്കിളിന്റെ സെന്റർ. ഈ സെന്ററിൽ പ്രൊട്രാക്ടറിന്റെ സെന്റർ കൊണ്ടുവന്ന് വെക്കുക. ഈ സെന്ററിൽ പ്രൊട്രാക്ടറിന്റെ സെന്റർ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. ആംഗിൾ വരയ്ക്കാൻ അറിയാലോ. പ്രൊട്രാക്ടറിന്റെ സെന്ററിൽ, സർക്കിളിന്റെ സെന്ററിൽ പ്രൊട്രാക്ടറിന്റെ സെന്റർ കൊണ്ടുവന്ന് വെച്ചിട്ട് 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഈ കിട്ടുന്നതാണ് 72 ഡിഗ്രി. മനസ്സിലായോ? ഈ കിട്ടുന്നതാണ് 72 ഡിഗ്രി. അത് എത്ര? ഇപ്പൊ നമ്മൾ ഒരു ആംഗിളെ വരച്ചോളൂ, ഒരു പാർട്സേ വരച്ചോളൂ. ഇതിൽ എത്ര എണ്ണം വരയ്ക്കണം? 5 എണ്ണം വരയ്ക്കണം. അപ്പൊ രണ്ടാമത്തെ എങ്ങനെ വരയ്ക്കണ്ടേ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു പുതിയ ലൈൻ കിട്ടിയില്ലയോ? ഒരു പുതിയ വര കിട്ടിയല്ലോ. ഇവിടെ പ്രൊട്രാക്ടറിന്റെ സെന്റർ കൊണ്ടുവന്ന് വെക്കുക. പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക. പ്രൊട്രാക്ടറിന്റെ സെന്റർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. അപ്പൊ പ്രൊട്രാക്ടർ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതിൽ നിന്ന് 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇവിടെ പ്രൊട്രാക്ടറിന്റെ സെന്റർ വെച്ചിട്ട് 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. അപ്പൊ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 72 ഡിഗ്രി. അപ്പൊ 2 പാർട്സ് ആയല്ലോ. അതുപോലെ മൂന്നാമത്തെ പാർട്സ് വരയ്ക്കുക. അതെങ്ങനെയാ വരയ്ക്കുന്നത്? ഈ വരയിൽ പ്രൊട്രാക്ടറിന്റെ സെന്റർ കൊണ്ടുവന്ന് ഈ വരയിൽ വെക്കുക. പ്രൊട്രാക്ടർ ഇങ്ങനെ ഇരിക്കും. അവിടുന്ന് 72 ഈ വരയിൽ പ്രൊട്രാക്ടറിന്റെ സെന്റർ കൊണ്ടുവന്ന് വെക്കുക. പ്രൊട്രാക്ടർ ഇങ്ങനെ ഇരിക്കും. അവിടെ 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. അവിടെയും 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. എന്നിട്ട് 72 ഡിഗ്രി. അപ്പൊ പിന്നെ കിട്ടിയ ലൈൻ ഏതാ? ഇത്. അത് പ്രൊട്രാക്ടറിന്റെ സെന്റർ കൊണ്ടുവന്ന് വെക്കുക. 72 ഡിഗ്രി
മാർക്ക് ചെയ്യുക. പിന്നെ അഞ്ചാമത്തെ ഭാഗം നമുക്ക് അളക്കണോ? വേണ്ട. ആ കിട്ടുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? അഞ്ചാമത്തെ പാർട്സ് എത്ര ഡിഗ്രി ആയിരിക്കും? 72 ഡിഗ്രി. അപ്പോ ഒരു സർക്കിളിനെ 5 തുല്യ ഭാഗങ്ങളായിട്ട് എങ്ങനെയാ വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചു. ഞാൻ ഒന്നുകൂടി പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ടു ഡിവൈഡ് എ സർക്കിൾ ഇൻടു 5 ഈക്വൽ പാർട്സ്, വാട്ട് ഷുഡ് ബി ദ സൈസ് ഓഫ് ഈച്ച് ആംഗിൾ. ഒരു സർക്കിളിനെ 5 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുമ്പോൾ ഒരാംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? നമുക്കറിയാം ഒരു സർക്കിൾ 360 ഡിഗ്രി ആണെന്ന് അറിയാം. ഒരു സർക്കിൾ 360 ഡിഗ്രിയാണ്. 360 ഇവിടെ എത്ര പാർട്സ് ആയിട്ടാണ് മുറിക്കേണ്ടത്? 5 പാർട്സ് ആയിട്ട്. അതുകൊണ്ട് 360 ഡിവൈഡഡ് ബൈ 5. 360നെ 5 കൊണ്ട് ഹരിക്കുക. 360നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 72 കിട്ടും. അപ്പൊ ഒരാംഗിൾ 72 ഡിഗ്രി ആണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം. 360നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന 72 ആണ്. അതുകൊണ്ട് ഒരാംഗിൾ 72 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 72 ഡിഗ്രി ഉള്ളത് സർക്കിളിനകത്ത് വരയ്ക്കുക. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. കോമ്പസ് പെൻസിൽ ഉപയോഗിച്ച് ഒരു സർക്കിൾ വരയ്ക്കുക. അതിലൊരു റേഡിയസ് വരയ്ക്കുക. അതിൽ പ്രൊട്രാക്ടറിന്റെ സെന്റർ വെച്ചുകൊണ്ട് 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. 72. അപ്പൊ എത്ര ഡിഗ്രി? 72 ഡിഗ്രി. പിന്നെ കിട്ടുന്ന പുതിയ വര ഏതാണ്? ഇത്. അതിൽ പ്രൊട്രാക്ടറിന്റെ സെന്റർ വെച്ചുകൊണ്ട് 72 ഡിഗ്രി. അങ്ങനെ രണ്ടാമത്തെ വരച്ച്, മൂന്നാമത്തെ വരച്ച്, നാലാമത്തെ വരച്ച്, അഞ്ചാമത്തെ ഇവിടെ കിട്ടും 72 ഡിഗ്രി. ഇനി നമുക്ക് അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു നോക്കാം. സർക്കിൾ ഡിവിഷനിൽ തന്നെയുള്ള രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം ചെയ്തത് സർക്കിളിനെ 5 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുന്നതായിരുന്നു ആദ്യം ചെയ്തത്. ഇനി നോക്കിയേ, ടു ഡിവൈഡ് എ സർക്കിൾ ഇൻടു 8 ഈക്വൽ പാർട്സ്, വാട്ട് ഷുഡ് ബി ദ സൈസ് ഓഫ് ഈച്ച് ആംഗിൾ. ഒരു സർക്കിളിനെ 8 തുല്യ ഭാഗങ്ങളായിട്ട് 8 തുല്യ പാർട്സ് ആയിട്ട് മുറിക്കുമ്പോൾ ഒരാംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും എന്ന് നോക്കാം. അതേ ഐഡിയ വെച്ച് തന്നെയാണ് ഇതും ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു സർക്കിൾ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു സർക്കിൾ 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രി ഏത് വെച്ച് ഡിവൈഡ് ചെയ്യണം? ഇവിടെ ഇപ്പൊ എത്ര പാർട്സ് ആയിട്ടാണ് മുറിക്കേണ്ടത്? 8 ഈക്വൽ പാർട്സ് ആണ് അല്ലെ? 8 ഈക്വൽ പാർട്സ് ആയതുകൊണ്ട് ഈ ഒരു സർക്കിൾ 360 ഡിഗ്രി ആണെന്ന് പറയാം. അതുകൊണ്ട് 360 8 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കണമെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് 360 ഡിവൈഡഡ് ബൈ 8. 360 ഡിവൈഡഡ് ബൈ 8. അപ്പൊ ക്വസ്റ്റ്യനിൽ എത്ര പാർട്സ് ആയിട്ടാണോ മുറിക്കേണ്ടത് അതനുസരിച്ച് ഇവിടുത്തെ മാറും. ഈ 360 എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ഒരു സർക്കിൾ 360 ഡിഗ്രിയാണ്. അതിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് 360 ഡിവൈഡഡ് ബൈ 8. 8 ഈക്വൽ പാർട്സ് ആക്കേണ്ടതുണ്ട്. അപ്പൊ 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 45 ഡിഗ്രി കിട്ടും. ഡിവൈഡ് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ മതി. 360നെ 8 കൊണ്ട് ഹരിച്ചു നോക്കുമ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും? 45 ഡിഗ്രി കിട്ടും. അപ്പൊ ഒരാംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് മനസ്സിലായി. സർക്കിളിനകത്ത് വരയ്ക്കേണ്ട ഒരാംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് നമുക്കിപ്പോ കിട്ടി? 45 ഡിഗ്രിയാണ്. അപ്പൊ ഇനി അതെങ്ങനെയാണ് സർക്കിളിൽ വരയ്ക്കുന്നത് നോക്കാം. ആദ്യം സർക്കിൾ വരയ്ക്കുക. നേരത്തെ പോലെ തന്നെ എന്താ, അതിനൊരു റേഡിയസ് വരയ്ക്കുക. അതിൽ പ്രൊട്രാക്ടറിന്റെ സെന്റർ ഇവിടെ വെച്ചുകൊണ്ട് 45 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇത് എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി. അപ്പൊ നമുക്ക് പുതുതായിട്ട് കിട്ടിയ ലൈൻ ഏതാണ്? ഇത് അല്ലയോ? അപ്പൊ ഇനി ഇവിടെ പ്രൊട്രാക്ടർ വെക്കാം. ഇവിടെ പ്രൊട്രാക്ടറിന്റെ സെന്റർ വെച്ചുകൊണ്ട് 45 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക. അപ്പൊ പ്രൊട്രാക്ടർ ഇങ്ങനെ ഇരിക്കും. ഇവിടെ വെക്കുമ്പോ ഇങ്ങനെ ഇരിക്കും. ഈ ലൈൻ വെച്ചുകൊണ്ട് 45 ഡിഗ്രി മാർക്ക് ചെയ്യുക. പിന്നെ ഈ ലൈൻ വെച്ചുകൊണ്ട് 45 ഡിഗ്രി മാർക്ക് ചെയ്യുക. പിന്നെ അടുത്ത ഈ ലൈനിൽ പുതിയതായിട്ട് കിട്ടുന്ന ലൈൻ വെച്ചുകൊണ്ട് ആ ഡിഗ്രി നമുക്ക് കിട്ടിയ ഡിഗ്രി അങ്ങ് വരച്ച് പോയാൽ മതി. ആംഗിൾ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഈ ലൈൻ വെച്ചുകൊണ്ട് 45 ഡിഗ്രി. പിന്നെ ഇവിടെ വെച്ചുകൊണ്ട് 45 ഡിഗ്രി. പിന്നെ ഈ ലൈൻ വെച്ചുകൊണ്ട് 45 ഡിഗ്രി. പിന്നെ ലാസ്റ്റ് റിമൈൻ വരുന്നത് ബാക്കി വരുന്ന ഈ ഒരു പാർട്സ് എത്ര ഡിഗ്രി ആയിരിക്കും? അതും 45 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഒരു സർക്കിളിനെ 8 തുല്യ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഒരു പാർട്സ് എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി. ക്വസ്റ്റ്യൻ പറഞ്ഞ ഒരു സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം സർക്കിൾ 360 ഡിഗ്രി ആണ് നമുക്കറിയാമായിരുന്നു. 360 ഡിവൈഡഡ് ബൈ 8. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 45 കിട്ടി. സർക്കിൾ വരച്ചു, റേഡിയസ് വരച്ചു. അതിൽ വെച്ചുകൊണ്ട് 45 ഡിഗ്രി മാർക്ക് ചെയ്ത് വരച്ചു പോവുക. പുതുതായിട്ട് കിട്ടുന്ന വരകളിൽ
പൊട്ടാറ്റോയുടെ സെന്റർ വെച്ച് വരച്ച് പോവുക. അപ്പൊ നോക്കിയേ 8 ഈക്വൽ പാർട്സ് എന്നല്ലേ ഇവർ പറഞ്ഞത്. നോക്കി എത്ര പാർട്സ് ഉണ്ട്? 1 2 3 4 5 6 7 8. 8 ഈക്വൽ പാർട്സ് കറക്റ്റ് കിട്ടിയല്ലോ. അപ്പൊ ഇതാണ് സർക്കിൾ ഡിവിഷൻ. അപ്പോ ഇനി സർക്കിൾ ഡിവിഷനിൽ തന്നെ വരുന്ന വേറൊരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. സർക്കിൾ ഡിവിഷനിൽ തന്നെ വരുന്ന വേറൊരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. കാൽക്കുലേറ്റ് ദ ഫ്രാക്ഷൻസ് ഓഫ് ദ ഹോൾ സർക്കിൾ, ദ ഷെയ്ഡഡ് ആൻഡ് അൺഷെയ്ഡഡ് പാർട്സ്. അതായത് സർക്കിൾ കണ്ടോ, സർക്കിളിന്റെ ഷെയ്ഡ് ചെയ്ത പാർട്സും ഷെയ്ഡ് ചെയ്യാത്ത പാർട്സും പ്രാക്ഷനാണ് ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സർക്കിളിന്റെ ഷെയ്ഡ് ചെയ്ത പാർട്സും ഷെയ്ഡ് ചെയ്യാത്ത പാർട്സും തമ്മിലുള്ള ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഒരു സർക്കിളാണിത്. സർക്കിൾ നമുക്ക് എന്തറിയാം സർക്കിളിനെ പറ്റി? ഒരു സർക്കിൾ എപ്പോഴും 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. സർക്കിൾ 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. പിന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഷെയ്ഡ് ചെയ്ത ആംഗിൾ കണ്ടോ, ഷെയ്ഡ് ചെയ്ത ആംഗിൾ അവർ എത്ര ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്? 20 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു സർക്കിൾ 360 ഡിഗ്രി ആണെന്ന് അറിയാം. പിന്നെ ഷെയ്ഡ് ചെയ്ത ആംഗിൾ, ഷെയ്ഡ് ചെയ്ത പാർട്സ് 20 ഡിഗ്രി ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഷെയ്ഡ് ചെയ്ത പാർട്സ് 20 ഡിഗ്രി ആണെന്നും അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 20 ഡിഗ്രിയും ഈ 360 ഡിഗ്രിയും 20 ഡിഗ്രിയും പിന്നെ ബാക്കി വരുന്ന പാർട്സ് ഉണ്ടല്ലോ, അതും തമ്മിലുള്ള ഫ്രാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ എഴുതാം. നമുക്കറിയാം ഒരു സർക്കിൾ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. അപ്പൊ ആ 360 എത്ര പാർട്സ് ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? എത്ര ഡിഗ്രിയാണ്? 20 ഡിഗ്രി. കണ്ടോ ഫ്രാക്ഷൻ? ഒരു സർക്കിൾ 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ആ 360 ഡിഗ്രി 20 ഡിഗ്രി ഷെയ്ഡ് ചെയ്തിരിക്കുന്ന എത്ര? 20 ഡിഗ്രി. അതാണ് എഴുതി. ഇതിലാണ് സംശയം. ഒരു സർക്കിൾ എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. മൊത്തത്തിലുള്ള 360. ആ 360 20 ഡിഗ്രി അവർ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ആ ഷെയ്ഡ് ചെയ്ത ഡിഗ്രി അങ്ങ് എഴുതുക. 360 20. ഇനി ഇതിനെന്ത് ചെയ്യാം? ചെറുതാക്കാം. ചെറുതാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, മുകളിലും താഴെ ഒരു ഫ്രാക്ഷൻ നമ്പറിന്റെ മുകളിലും താഴെയും ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? നമുക്ക് വെട്ടിക്കളയാം. നോക്കിയേ, ഫ്രാക്ഷൻ നമ്പർ അല്ലേ ഇത്? മുകളിൽ എത്ര? 20, താഴെ എത്ര? 360. രണ്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്ര? 0. ആ 0 നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഇതിന്റെ ഇടയ്ക്കോ ഇപ്പൊ 306 ആ 0 ഒന്നും വെട്ടിക്കളയാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഡിജിറ്റ് വന്നാൽ മാത്രം 20. ലാസ്റ്റ് ഡിജിറ്റ് എത്ര? 0. ഇവിടോ 0. ഈ 0യും വെട്ടിക്കളയാം. അപ്പൊ എത്ര വരും? 2/36. കണ്ടോ? 2/36. ഇനിയും ഇതിനെ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കണം. നോക്കി, നിങ്ങൾക്ക് അറിയായിരിക്കും ഇതെങ്ങനെയാണെന്ന്. നോക്കിയേ, രണ്ടിനെയും ആദ്യം ഓരോ സംഖ്യകൾ വെച്ച് ഹരിച്ചരിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ആദ്യം ഒന്നിൽ പറ്റത്തില്ല, ഒന്ന് വെച്ച് ഹരിക്കരുത്. അത് കഴിഞ്ഞു 1 കഴിഞ്ഞുള്ള 2 തൊട്ട് തുടങ്ങി അങ്ങ് ഹരിച്ചു വെക്കണം. അപ്പൊ ആദ്യം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിൽ ഏത് സംഖ്യ വെച്ചാണോ ഹരിക്കുന്നത് ആ സംഖ്യ വെച്ച് തന്നെ താഴെയും ഹരിക്കണം. മുകളിൽ ഏത് സംഖ്യ വെച്ച് തന്നെയാണോ ഹരിക്കുന്നത് ആ സംഖ്യ വെച്ച് തന്നെ താഴെ ഹരിക്കണം. ആദ്യം നമുക്ക് ഈ 2നെ ഒന്ന് പറ്റത്തില്ല. 2 സംഖ്യ ഏതാ? 2. ഈ 2നെ 2 വെച്ച് ഹരിച്ചു നോക്കുക. 2നെ 2 വെച്ച് ഹരിച്ച് ഏതൊരു സംഖ്യ ആ സംഖ്യ കൊണ്ട് ഹരിച്ച് എത്ര ആയിരിക്കും ഉത്തരം? 1 ആയിരിക്കും. 2നെ 2 വെച്ച് ഹരിച്ച് എത്ര വരും? 1. മുകളിൽ നമ്മൾ 2 വെച്ചല്ലേ ഹരിച്ചത്? ആ 2 വെച്ച് താഴെ ഹരിക്കാവൂ. 36നെ 2 വെച്ച് ഹരിച്ചു നോക്കുക. ഈ 36നെ 2 വെച്ച് ഹരിച്ചു നോക്കുക. എത്ര വരും? 80. ഇനി ഇതിനെ വല്ലതും ചെറുതാക്കാൻ പറ്റുമോ? ലാസ്റ്റ് നമ്പർ നോക്കി 1 ആ കിട്ടിയത്. 1 ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എത്രയാണ് ആൻസർ? ആ ഫ്രാക്ഷൻ എത്രയാണ്? 1/18. ആ ഷെയ്ഡ് ചെയ്തതും ഷെയ്ഡ് ചെയ്യാത്ത പാർട്സും, സർക്കിളിന്റെ ഷെയ്ഡ് ചെയ്തതും ഷെയ്ഡ് ചെയ്യാത്ത പാർട്സും തമ്മിലുള്ള ഫ്രാക്ഷൻ ആണ് നമുക്ക് കിട്ടിയത്. എത്ര? 1/18. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം ഇത്രയായിരിക്കും ക്വസ്റ്റ്യൻ. ഈ ഫിഗറും തരും. ഇത്രയായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം എഴുതുന്നു. ഒരു സർക്കിൾ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ് എഴുതി. ആ 360 എത്ര പാർട്സ് ആണ് ഷെയ്ഡ് ചെയ്തത്? 20 ഡിഗ്രിയാണ്. അപ്പൊ 360 20. ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയേ, ഇവിടെയും ഏതാണ്? 0 ഉണ്ട്. ഇവിടെ ആ സംഖ്യയുടെ അവസാനം എഴുതിയ സംഖ്യ നോക്കിയേ, 0 ഉണ്ട്. ഇവിടെ എന്താ? 0 ഉണ്ട്. ആ 0യും വെട്ടിക്കളഞ്ഞു. അപ്പൊ കിട്ടിയതാ 2/36. ഇനി ഇതിനെയും നമ്മൾ ചെറുതാക്കുമ്പോൾ 2 തൊട്ടുള്ള സംഖ്യകൾ വെച്ച് ഹരിച്ചു നോക്കുക. അപ്പൊ 2നെ ഹരിക്കാം. ഒരേ സംഖ്യ വെച്ചാൽ 2നെ ഹരിക്കാവുള്ളൂ. ഇവിടെ 2 വെച്ച് ഹരിക്കുന്നെങ്കിൽ ഇവിടെ 2 വെച്ച് ഹരിക്കണം. ഇവിടെ 3 വെച്ച് ഹരിക്കുന്നെങ്കിൽ താഴെ 3 വെച്ച് ഹരിക്കണം. ഒരേ സംഖ്യ വെച്ച് ഹരിക്കണം, മുകളിലും താഴെ ഹരിക്കുന്നത്. അപ്പൊ ആദ്യം ഈ 2നെ 2 വെച്ച് ഹരിച്ചു നോക്കുക.
ഒന്നാണ്, അത് നമുക്കറിയാം. 2/2 1 ആണ്. അതുപോലെ 36നെ 2 വെച്ച് ഹരിച്ചു നോക്കുക, 80 കിട്ടി. ഇനി ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ 1ന്, അതുകൊണ്ട് 80നെ ഒന്നും ചെയ്യരുത്. ഒരുപോലെ മുകളിലും താഴെ ചെയ്യാവും. അപ്പൊ ആ ആൻസർ എത്രയാണ്? 1/80. അപ്പൊ നോക്കിയേ, ഇപ്പൊ ചെയ്ത പോലത്തെ തന്നെ ഒരു പ്രോബ്ലം, അതേ രീതിയിൽ തന്നെ ചെയ്യുന്ന വേറൊരു പ്രോബ്ലമാണ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ. ഷെയ്ഡ് ചെയ്തതും ഷെയ്ഡ് ചെയ്യാത്തത്. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് ഹോൾ സർക്കിൾ, ദ ഷെയ്ഡ് ആൻഡ് അൺഷെയ്ഡഡ് പാർട്സ്. ഷെയ്ഡ് ചെയ്ത പാർട്ടും ഷെയ്ഡ് ചെയ്യാത്ത പാർട്സും തമ്മിലുള്ള ഫ്രാക്ഷൻ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് വ്യത്യാസം? നേരത്തെ തന്നിരുന്നത് ഷെയ്ഡ് ചെയ്തത് നേരത്തെ എത്ര ആയിരുന്നു? 20 ഡിഗ്രി ആയിരുന്നു തന്നിരുന്നത്. ഇപ്പൊ എത്ര ആയാൽ മാറിയത്? 54, 54 ഡിഗ്രി ആയി. മനസ്സിലായോ? സർക്കിളിനകത്ത് ഷെയ്ഡ് ചെയ്ത പാർട്സ് എത്രയാണ് ഇപ്പോൾ? 54 ആയി. 54, 54 ഡിഗ്രി. അപ്പൊ ഈ 54 ഡിഗ്രിയും ഇത്രയും പാർട്സും ഈ ഷെയ്ഡ് ചെയ്യാത്ത പാർട്സും തമ്മിലുള്ള ഫ്രാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാം. ഒരു സർക്കിൾ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി. ആ 360 എത്ര പാർട്സ് ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? 54, 54. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ചെറുതാക്കണം. 0 എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ 0 ഉണ്ട്, ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ വെട്ടിക്കളയാനൊന്നും പറ്റത്തില്ല 0 തന്നെ. പിന്നെ എന്ത് ചെയ്യാം? ആദ്യം എന്ത് വെച്ച് ഹരിക്കാം? 2 വെച്ച് ഹരിച്ചു തുടങ്ങാം. ഒന്ന് വെച്ചല്ല 2 വെച്ച് ഹരിക്കാം. ആദ്യം എന്ത് ചെയ്യുക? 54നെ ഇതിനെ 2 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക. പറ്റും. 54നെ 2 വെച്ച് ഹരിക്കാൻ പറ്റും. എത്ര വരും അന്നേരം? 27. മുകളിൽ എത്ര വെച്ച് ഹരിച്ചത്? 2 വെച്ച് എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ 360 360നെ എത്ര വെച്ച് ഹരിക്കാവും? 2 വെച്ച് ഹരിക്കാവുള്ളൂ. ഇവിടെ നമ്മൾ ഹരിച്ച 54ന് 2 വെച്ചാണ് ഡിവൈഡ് ചെയ്തത്, ഹരിച്ചു നോക്കിയത്, ഡിവൈഡ് ചെയ്തത്. ഇപ്പൊ കിട്ടിയ എത്രയാണ്? 27. അവിടെ 2 വെച്ച് ഡിവൈഡ് ചെയ്തതുകൊണ്ട് താഴെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാവുള്ളൂ. 360 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? 180. 180 ഡിഗ്രി വരെ 2 വെച്ച് ഹരിക്കും. ഇനി ചെറുതാക്കാമല്ലോ, ചെറുതാക്കാൻ നോക്കാം. അതായത് 27നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. 2 വെച്ച് 27നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. അന്നേരം 2 വെച്ച് 27നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. താഴെ ശിഷ്ടം 0 വരത്തില്ല, വേറെ നമ്പർ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും 27നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 2 കഴിഞ്ഞാൽ ഏതാ? 3. 27നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. 27നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ എത്ര വരും? 9 വരും. 27 നമ്മൾ എത്ര വെച്ചാ ഡിവൈഡ് ചെയ്തത്? 3 വെച്ച. അതുകൊണ്ട് 180 നമ്മൾ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യാവുള്ളൂ? 3 വെച്ച് ഡിവൈഡ് ചെയ്യാവുള്ളൂ. പക്ഷെ 180 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യാൻ പാടുണ്ടോ? തെറ്റാണ്, തെറ്റിപ്പോവും. കാരണം മുകളിലും താഴെ ഒരേ സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യാവുള്ളൂ. 27നെ 3 വെച്ചാണ് ഡിവൈഡ് ചെയ്തത്. അതുകൊണ്ട് 180 3 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര വരും? 180 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 60, 60 വരും. 180 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 വരും. ഇപ്പൊ 9/60 വരും. ഇനി ഇതിനെ ചെറുതാക്കാവോ? ചെറുതാക്കാൻ പറ്റും. അതുപോലെ തന്നെ 9നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 9നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 9/3 എത്രയാണ്? 3. 9നെ 3 വെച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ട് 60യെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാവുള്ളൂ. 60യെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാവുള്ളൂ. 60യെ നിങ്ങൾ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ എത്ര വരും? 20. മനസ്സിലായോ? 60യെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 20. ഇനി 3യെ ഏത് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3യെ 2 വെച്ച് പറ്റത്തില്ല, 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ 20യെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഈ 20യെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മുകളിലും താഴെ അപ്പൊ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 2 വെച്ച് പറ്റത്തില്ല, 3 വെച്ച് പറ്റത്തില്ല. അപ്പൊ ഫൈനൽ ആൻസർ എത്രയാണ്? 3/20 ആണ് ലാസ്റ്റ് കിട്ടിയ ആൻസർ. ഞാൻ പറഞ്ഞുതരാം. 54 ഷെയ്ഡ് ചെയ്ത പാർട്സ് 360 54 360 54 ഡിഗ്രി ആയിരുന്നു ഷെയ്ഡ് ചെയ്തത്. അതപ്പോ എഴുതി. ഇനി നമുക്ക് ഇതിനെ ഫ്രാക്ഷൻ ആക്കുക, ചെറുതാക്കുക. ആദ്യം എന്ത് ചെയ്യുക? 2 വെച്ച് ഹരിച്ചു നോക്കുക. മുകളിലും താഴെ 2 വെച്ച് ഹരിക്കാൻ പറ്റുന്നു. 2നെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നു. 27/180 കിട്ടുന്നു. ഇനി 2 വെച്ച് ഹരിച്ചു നോക്കുമ്പോൾ പറ്റുന്നില്ല. ഇതിന് 2 വെച്ച് ഹരിക്കാൻ പറ്റും. 27 2 വെച്ച് ഹരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ 2 കഴിഞ്ഞുള്ള സംഖ്യ ഏതാണ്? 3. 3. 2നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. 27/3 9 വരുന്നു. 180/3 60 വരുന്നു. അപ്പൊ ഇനി അടുത്ത 9/60 കിട്ടി. 9നെ 60യെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അടുത്ത സംഖ്യയായ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. 9നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നു? 3 വരുന്നു. 60യെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നു? 20 വരുന്നു. ഇനി ഇതിനെ 2 വെച്ച് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 3 വെച്ച് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫൈനൽ ആൻസർ എത്രയാണ്? 3/20.
20. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കിൾ ഡിവിഷനിലെ ലാസ്റ്റ് പാർട്ടാണ്. വേറൊരു രീതിയിൽ ചെയ്യുന്ന കണക്കാണ്. നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ചുകൂടി സിമ്പിൾ ആണിത്. അതുപോലെ തന്നെ ആംഗിൾസ് എന്ന പാഠത്തിലെ അവസാന ഭാഗവും ഇത് തന്നെയാണ്. ആംഗിൾസ് എന്ന പാഠത്തിലെ അവസാന ഭാഗവും ഇത് തന്നെയാണ്. അപ്പൊ നോക്കാം ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഡ്രോ സർക്കിൾ ആൻഡ് മാർക്ക് ദ ഫ്രാക്ഷണൽ പാർട്ട്, കളർ ദ ആൾസോ. ഡ്രോ സർക്കിൾ ആൻഡ് സർക്കിൾ വരച്ചിട്ട് മാർക്ക് ദ ഫ്രാക്ഷണൽ പാർട്ട്. ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷണൽ പാർട്ട് മാർക്ക് ചെയ്യാൻ. സർക്കിൾ വരച്ച് ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷണൽ പാർട്ട് 3/8 എന്ന ഫ്രാക്ഷണൽ പാർട്ട് ഇതിനകത്ത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കളർ ദം ആൾസോ. ആ പാർട്ടുണ്ടല്ലോ 3/8 എന്ന് നമുക്ക് കിട്ടുന്ന പാർട്ട്, അതിനെ കളർ ചെയ്യാം, മീൻസ് ഷെയ്ഡ് ചെയ്യാം. അപ്പൊ നോക്കിയേ, ഡ്രോ സർക്കിൾ ആൻഡ് മാർക്ക് ദ ഫ്രാക്ഷണൽ പാർട്ട്, കളർ ദം ആൾസോ. ഇതിനകത്ത് ഈ ഫ്രാക്ഷണൽ പാർട്ട് വരയ്ക്കാം. അപ്പൊ എന്താ, ഈ ഫ്രാക്ഷണൽ പാർട്ട് വരയ്ക്കണമെങ്കിൽ എത്ര ഡിഗ്രിയാണ്, നമുക്ക് ഡിഗ്രി ഇതിനകത്ത് വരയ്ക്കാൻ അറിയാം അല്ലേ. ഒരു സർക്കിൾ വരച്ച് റേഡിയസ് വരച്ച് അതിനകത്ത് എത്ര ഡിഗ്രി ആണെന്ന് വെച്ചാൽ വരയ്ക്കാൻ നമുക്ക് അറിയാം. ഒരു ആംഗിൾ വരയ്ക്കാൻ നമുക്ക് അറിയാം. അപ്പൊ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഒരു ആംഗിൾ ആക്കി മാറ്റാം. ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷണൽ പാർട്ടിനെ ഒരു ആംഗിൾ ആക്കാം. എന്നിട്ട് ആ ഡിഗ്രി ഇതിനകത്ത് വരച്ചാൽ പോരായോ. ഇത് ആംഗിൾ ആക്കാൻ വളരെ സിമ്പിൾ ആണ്. നോക്കിയേ, തന്നിരിക്കുന്ന ഫ്രാക്ഷണൽ പാർട്ട് ഏതാണ്, 3/8. ഇതിനെ ആംഗിൾ ആക്കാൻ, ഡിഗ്രിയിലോട്ട് മാറ്റാൻ, ആംഗിൾ ആക്കാൻ വളരെ എളുപ്പമാണ്. നേരത്തെ ചെയ്തതിനേക്കാളും എളുപ്പമാണ്. 3/8 തന്നിരിക്കുന്നത് ഒന്നുമില്ല. ഈ 3യെ 360 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 360 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിനെ 3യെ 360 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, 3യെ 360 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഗുണിച്ചു നോക്കണം സൈഡിൽ. 3യെ 360 കൊണ്ട്, 3നെ 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോ നമുക്ക് 1080 കിട്ടും. 3നെ 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1080 കിട്ടും. ഈ 1080നെ ഇനി അത് വെച്ച് ഡിവൈഡ് ചെയ്യണം, 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ ഗുണിച്ചെണ്ണി. ഇനി അതിനെന്താ, ഡിവൈഡ് ബൈ 8. ബൈ 8 എന്ന് വെച്ചാൽ എന്താ, ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യണം. 1080നെ 8 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും, 135 ഡിഗ്രി കിട്ടും. നിങ്ങൾ ബുക്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ, മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തൊക്കെ ബുക്കിൽ നോക്കിയാൽ മതി. അപ്പൊ എത്ര കിട്ടും, 135 ഡിഗ്രി കിട്ടും. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷണൽ പാർട്ടിനെ അതിനകത്ത് മാർക്ക് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് കാണിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഫ്രാക്ഷണൽ പാർട്ട് ഏതാണ്, 3/8. അപ്പൊ എങ്ങനെയാണ് ഇത് കാണുന്നത്, സിമ്പിൾ ആണ്. ഒരു സർക്കിൾ 360 ഡിഗ്രിയാണ്. ആ 360നെ കൊണ്ട് മുകളിൽ ഇൻറ്റു ചെയ്യുക. മുകളിൽ തന്നിരിക്കുന്ന നമ്പർ കൊണ്ട് ആ 360നെ ഇൻറ്റു ചെയ്യുക. 3യെ 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു ചെയ്യുക, ഗുണിക്കുക. മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും, 1080 കിട്ടും. ആ 1080നെ ഇനി ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി 1080നെ താഴെ കിടന്ന് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. ഹരിക്കുമ്പോ എത്ര കിട്ടും, 135 ഡിഗ്രി കിട്ടി. അപ്പൊ നമുക്ക് ആ ഫ്രാക്ഷണൽ പാർട്ട് എത്ര ഡിഗ്രിയാണെന്ന് കിട്ടി. എത്ര ഡിഗ്രിയാണ്, 135 ഡിഗ്രി. എന്തായിരുന്നു പറഞ്ഞത്, സർക്കിൾ വരച്ചിട്ട് ആ ഫ്രാക്ഷണൽ പാർട്ട് വരച്ച് അതിനെ കളർ ചെയ്യാനായിരുന്നു പറഞ്ഞത്, ഷെയ്ഡ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. അപ്പൊ ഈ സർക്കിളിനകത്ത് ആംഗിൾ എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, റേഡിയസ് വരയ്ക്കുക. റേഡിയസ് വരച്ചിട്ട് എന്ത് ചെയ്യുക, 135 ഡിഗ്രി പ്രൊട്രാക്ടറുകൾ വെച്ച് 135 ഡിഗ്രി മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 135 ഡിഗ്രി വരച്ചിട്ട് ജസ്റ്റ് അതിനെ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. 135 ഡിഗ്രി വരയ്ക്കുക, അതിനെ ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. മനസ്സിലായല്ലോ എങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നത്. ഫ്രാക്ഷണൽ പാർട്ട് എന്നാൽ അതിനെ എങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷണൽ പാർട്ട് ഏതായിരുന്നു, 3/8 ആയിരുന്നു. 3/8 എന്ന ഫ്രാക്ഷണൽ പാർട്ടിനെയാണ് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തത്. 3/8 ഇൻറ്റു ആ മുകളിൽ 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 360 ഡിവൈഡ് ബൈ 8. 3 × 360 എത്ര വന്നു, 1080. അതായത് 1080 വന്നു. 3നെ 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1080 വന്നു. ആ 1080നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. 8 വെച്ച് ഹരിക്കണം. ഹരിച്ചപ്പോ എത്ര വന്നു, 135 ഡിഗ്രി വന്നു. സർക്കിൾ വരയ്ക്കുക, റേഡിയസ് വരയ്ക്കുക, 135 ഡിഗ്രി മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് 135 ഡിഗ്രി ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ നോക്കി, അതേപോലുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അതായത് ഫ്രാക്ഷണൽ പാർട്ട് വന്ന് അതിന്റെ എന്ത് ചെയ്യുക, സർക്കിൾ വരയ്ക്കുക. അത് എത്ര ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ച് വരച്ച് ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. ഓക്കെ, അതേ ക്വസ്റ്റ്യൻ ആണ്. ഫ്രാക്ഷണൽ പാർട്ട് തന്നിരിക്കുന്നത് എത്രയാണ്, 4/9. 4/9 എന്നാണ് ഫ്രാക്ഷണൽ പാർട്ട് തന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇത് എത്ര ഡിഗ്രി ആണെന്ന് കണ്ടുപിടിക്കുക. സർക്കിളിനകത്ത് ആ ഡിഗ്രി വരയ്ക്കുക, വരച്ച് ഷെയ്ഡ് ചെയ്യുക.
അപ്പൊ നോക്കിയേ 4/9. അപ്പൊ എന്ത് ചെയ്യേണ്ട ആദ്യം? ഒരു സർക്കിൾ 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രി ഇവിടെ എഴുതുന്നു. 4 into 360. 4 into 360. 4നെ 360 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ആ കിട്ടിയ ആൻസറിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്യും. 4നെ 360 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 360 ഗുണം ഇൻറ്റു മൾട്ടിപ്പിൾ ബൈ 4. 360നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 1440 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എത്ര ആയിരിക്കും? 1440 ആയിരിക്കും. ആ 1440 എന്ത് ചെയ്യണം? 9 വെച്ച് ഡിവൈഡ് ചെയ്യണം. 9 വെച്ച് ഹരിക്കണം. 1440 ഡിവൈഡഡ് ബൈ 9. 9 വെച്ച് ഹരിച്ചു നോക്കണം. എത്ര കിട്ടും അന്നേരം? 160. 1440നെ 9 വെച്ച് ഡിവൈഡ് ചെയ്ത് ബുക്ക് നോക്കുക. ബുക്ക് നോക്കുമ്പോൾ 160 ഡിഗ്രി കിട്ടും. അപ്പൊ നമുക്ക് കിട്ടി ഷെയ്ഡ് ചെയ്യേണ്ട പാർട്സ് എത്ര ആണെന്ന് കിട്ടി? 160 ഡിഗ്രി ആണെന്ന് കിട്ടി. നോക്കിയേ, ഫ്രാക്ഷണൽ പാർട്ട് എത്ര ആയിരുന്നു വന്നിരുന്നത്? 4/9. 4/9നെ എത്ര ഡിഗ്രി ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ച് ഷെയ്ഡ് ചെയ്യേണ്ടത്. 4/9 into 360. 4നെ 360 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന ഉത്തരത്തെ ആൻസറിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുക. 4നെ 360 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വന്നു? 1440. 1440. അതിനെ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യണ്ടേ? 9 വെച്ച് ഡിവൈഡ് ചെയ്യുക. എത്ര വന്നു? 160. 160 ഡിഗ്രി. അപ്പൊ എന്ത് ചെയ്യുക? സർക്കിളിനകത്ത് റേഡിയസ് വരച്ചു. 160 ഡിഗ്രി വരയ്ക്കുക. സർക്കിളിനകത്ത് ഏകദേശം ഇങ്ങനെ ആയിട്ട് വരും. സർക്കിളിനകത്ത് 160 ഡിഗ്രി വരയ്ക്കുക. ഇതാണ് എത്ര ഡിഗ്രി? ഇത് 160 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണിത്? 160 ഡിഗ്രി വരച്ചിട്ട് എന്ത് ചെയ്യുക? ഈ കിട്ടിയ 160 ഡിഗ്രി എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. പെൻസിൽ വെച്ചത് ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. എത്രയാണ്? 160 ഡിഗ്രി. മനസ്സിലായോ? അതെന്ത് ചെയ്യുക? 4/9 ആയിരുന്നു. 360 വെച്ച് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു. ആ കിട്ടിയ ഉത്തരത്തെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുക. എത്ര ഡിഗ്രിയാണ്? നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ക്വസ്റ്റ്യനകത്ത് ഓരോന്ന് പറയും എന്താ ചെയ്യേണ്ടത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 3 കാര്യങ്ങളായിരുന്നു പഠിച്ചത്. സർക്കിൾ ഡിവിഷൻ എന്ന പോർഷനിൽ 3 കാര്യങ്ങളായിരുന്നു. ആദ്യം എന്തായിരുന്നു പഠിച്ചത്? സർക്കിളിനെ തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പൊ 5 ഈക്വൽ പാർട്സ് ആണെങ്കിൽ എങ്ങനെയാണ് അതിനെ 5 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുന്നത്? എങ്ങനെയായിരുന്നു? ഒരു സർക്കിൾ 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. 360നെ 5 വെച്ച് ഹരിക്കുന്നു. അപ്പൊ എത്ര കിട്ടുന്നു? അതായിരിക്കും. എന്നിട്ട് സർക്കിൾ വരയ്ക്കുക, റേഡിയസ് വരച്ച് ആ കിട്ടിയ ഡിഗ്രി 5ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 72 ആയിരുന്നു കിട്ടുന്നത്. ആ കിട്ടിയ ഡിഗ്രി മാർക്ക് ചെയ്ത് 5 പാർട്സ് വരയ്ക്കുക. പിന്നെ രണ്ടാമത് വരച്ചപ്പോൾ എന്തായിരുന്നു? സർക്കിൾ തന്നിട്ട് അതിനകത്ത് 2 ഷെയ്ഡ് ചെയ്തതും ഷെയ്ഡ് ചെയ്യാത്ത പാർട്സ് തന്നാൽ അതിന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. ഷെയ്ഡ് ചെയ്തത് ഇപ്പൊ 20 ഡിഗ്രി എന്നാണ് തന്നാൽ 360ൽ 20 ഡിഗ്രി. 360ൽ 20 ഡിഗ്രി എന്ന് എഴുതുക. എന്നിട്ട് അതിന് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്ത് ഒരേ സംഖ്യ കൊണ്ട് മുകളിലും താഴെയും ഡിവൈഡ് ചെയ്ത് പോവുക. ഒന്നെങ്കിൽ 2 വെച്ച് മുകളിനെ 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. പറ്റിയില്ലെങ്കിൽ 3 എടുക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവുക. ലാസ്റ്റ് ഡിജിറ്റ് 0 ഉണ്ടെങ്കിൽ മുകളിലും താഴെ അവസാനത്തെ സംഖ്യ 0 ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. പിന്നെ ഇപ്പൊ പഠിച്ച എന്തായിരുന്നു? ഫ്രാക്ഷൻ പാർട്ട് തന്നാൽ അതിനെ സർക്കിളിനകത്ത് ആ ഡിഗ്രി വരച്ച് കളർ ചെയ്യാനായിരുന്നു ഇപ്പൊ ചെയ്തത്. എങ്ങനെ? 4/9 തന്നിരുന്നു. അതിനെന്ത് ചെയ്യാം? മുകളിൽ 360 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിൽ കിടക്കുന്ന സംഖ്യ മാത്രം 360 എന്താണെന്ന് അറിയാലോ? സർക്കിൾ 360 ഡിഗ്രിയാണ്. 360 വെച്ച് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്നതിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടിയ ഡിഗ്രി 160 കിട്ടിയ ആ കിട്ടിയ 160 ഡിഗ്രി സർക്കിളിൽ വരയ്ക്കുക, ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. അപ്പൊ ഇതോടെ ആംഗിൾസ് എന്ന പാഠഭാഗം കഴിഞ്ഞിരിക്കുന്നു. നന്ദി, നമസ്കാരം.